കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെ 4 പ്രതികൾ കുറ്റവിമുക്തർ. ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾ കുറ്റക്കാരെന്ന് തെളിഞ്ഞു. പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണിയം വർഗീസാണ് വിധി പറഞ്ഞത്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുകയാണ്. വിഷ്ണു, ഇപ്പോൾ രാജ്യം തന്നെ ഉറ്റുനോക്കിയൊരു കേസാണ്. ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുന്നു എന്നുള്ളത് ലോകത്ത് പോലും കേൾക്കാത്ത ഒരു കാര്യമായിരിക്കാം. ഏതായാലും അതിലാണിന്നിപ്പോൾ വിധി പ്രസ്താവം വന്നത്. 1 മുതൽ 6 വരെ, അതായത് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ കുറ്റക്കാരാണ്, അതിനൊക്കെയുള്ള തെളിവുകളുണ്ട് എന്ന് കോടതി പറയുന്നു. പിന്നീട് അങ്ങോട്ടുള്ള പ്രതികളെ എല്ലാവരെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള ആ കോടതി വിധിയുടെ വിശദാംശങ്ങൾ. അനുജ, കേട്ടുകേൾവിയില്ലാത്ത ഒരു കേസ്, അതായത് ഒരു നടിയെ നടിക്കെതിരെ ബലാത്സംഗ കൊട്ടേഷൻ നൽകുന്നു. ഒരു പ്രധാന പ്രതിയായി പിന്നീട് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നടനായ ദിലീപ് 8ാം പ്രതിയായി വരുന്ന ഒരു കേസ്. അതിൻ്റെ ഈ കേസെടുക്കുന്നത് മുതൽ അതിൻ്റെ നിയമ പോരാട്ടങ്ങൾ വരെ അതിസങ്കീർണവും അസാധാരണവുമായിരുന്നു എന്ന് നമുക്കിതിൻ്റെ നാൾവഴി പരിശോധിച്ചാൽ മനസ്സിലാകും. ആ കേസിലാണ് ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത്. ആ വിധി ഒന്ന് പരിശോധിച്ചാൽ അതിങ്ങനെയാണ്: 1 മുതൽ 6 വരെ പ്രതികളായ പൾസർ സുനി, മണികണ്ഠൻ, വിജീഷ്, മാർട്ടിൻ, പ്രദീപ്, സലീം, ഈ 6 പേരെയും ശിക്ഷിച്ചിരിക്കുന്നു. ഇവർ 6 പേരും ആദ്യത്തെ കുറ്റപത്രത്തിലുണ്ടായിരുന്ന പ്രതികളാണ്. ഇവർക്കെതിരെ 120B ഗൂഢാലോചന, 376D കൂട്ടബലാത്സംഗം, 354, 354B, 109, 201 തുടങ്ങിയ വകുപ്പുകൾ എല്ലാം നിലനിൽക്കുമെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. അത് പ്രോസിക്യൂഷന് കോടതിയിൽ പ്രൂവ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ ദിലീപിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അതങ്ങനെയല്ല. ഈ കേസിലെ 1ാം പ്രതിയായ പൾസർ സുനിയും 8ാം പ്രതിയായ ദിലീപും തമ്മിൽ ഗൂഢാലോചന നടത്തിയ ഒരു കൊട്ടേഷൻ ബലാത്സംഗം എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട കേസ്. മാസ്റ്റർ കോൺസ്പിറേറ്റർ എന്ന വാക്കാണ് ദിലീപിനെ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് വിശേഷിപ്പിച്ചത്. പക്ഷേ ആ കോൺസ്പിറസി, ഗൂഢാലോചന കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷനായിട്ടില്ല. പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് വിചാരണ കോടതി പറഞ്ഞത്. അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് എത്രത്തോളം വലിയ തിരിച്ചടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ആത്മവിശ്വാസം അവരുടെ അഭിഭാഷകർ പ്രകടിപ്പിച്ചതാണ്. ഒരുപക്ഷെ അതിജീവിതയുടെ അഭിഭാഷകർ തന്നെ വ്യക്തമാക്കി, ഇതിനപ്പുറത്തേക്ക് ഒരു തെളിവ് ഞങ്ങൾക്ക് കോടതിയിൽ ഹാജരാക്കാനില്ല. ഈ തെളിവുകൾ ഹാജരാക്കുമ്പോൾ കോടതി ഞങ്ങളെ അഭിനന്ദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് അതിജീവിതയുടെ അഭിഭാഷകർ പറഞ്ഞത്. പക്ഷേ അഭിനന്ദിച്ചില്ല എന്ന് മാത്രമല്ല, ആ തെളിവുകളൊന്നും പര്യാപ്തമല്ല എന്ന് പറഞ്ഞ് ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ പ്രധാനമായും അതിൻ്റെ ഒരു നിയമവശവുമായി ഈ പ്രതിഭാഗ അഭിഭാഷകർ ചൂണ്ടിക്കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ഈ മൊഴിമാറ്റമാണ്. 28ഓളം പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴി മാറ്റിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 4 മൊഴികൾ, ഒന്ന് സിദ്ദിഖ്, മറ്റൊന്ന് ഇടവേള ബാബു, ബിന്ദു പണിക്കർ, ബാമ എന്നിവർ നൽകിയതാണ്. ആ മൊഴികളായിരുന്നു ഈ പരാതിക്കാരിയും ദിലീപും തമ്മിൽ നേരത്തെ പ്രശ്നമുണ്ടായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അവർ ആ മൊഴിയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. സ്വാഭാവികമായി അവിടെ ആ കേസിനൊരു വീക്ക്നെസ് സംഭവിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, പ്രതികൾക്കെതിരെ, അതായത് പ്രതികൾ നൽകിയ മൊഴിയാണ് ദിലീപിനെ ഈ കേസിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ. ഈ 1ാം പ്രതി പൾസർ സുനിയും 6ാം പ്രതി വരെയുള്ള പ്രദീപും നൽകിയ മൊഴിയാണ് 8ാം പ്രതിയായി ദിലീപ് വരാനുള്ള കാരണം. സാധാരണഗതിയിൽ പ്രതികൾക്കെതിരെ നൽകുന്ന മൊഴി അങ്ങനെ കോടതി പരിഗണിക്കാറില്ല. കാരണം 2 പേർക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. അത്തരം മൊഴി പരിഗണിക്കുന്നതിൽ പ്രോസിക്യൂഷന് ബുദ്ധിമുട്ടുണ്ട്. മറ്റൊരു സാങ്കേതിക കാരണമായി പറയുന്നത് ഒറിജിനൽ മെമ്മറി കാർഡിൻ്റെ അഭാവമാണ്. പക്ഷേ നിലവിൽ ഈ കോപ്പി മെമ്മറി കാർഡ് അത് നിയമപരമാണ് എന്നവിടെ വളരെ രേഖാമൂലം പിന്നീട് തിട്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ബാക്കി ഏതെല്ലാം തരത്തിലാണ് പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ വിധിപ്പകർപ്പ് പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, എന്താണ് ഇതിൻ്റെ മോട്ടീവ് എന്ന് അറിയണമല്ലോ. പൾസർ സുനി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പൾസർ സുനി അവിടെ കാത്തു നിൽക്കുന്നു, ഈ നടി വരുന്നു, അവരുടെ വാഹനത്തിലേക്ക് അതിക്രമിച്ചു കയറുന്നു, അവരെ ആക്രമിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു, തിരികെ അവരെ ലാലിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നു. ഇത് പൾസർ സുനിക്ക് അവരുമായി ഒരു വ്യക്തിവൈരാഗ്യമില്ല. പൾസർ സുനിക്ക് അവരുമായി നേരത്തെ പ്രശ്നങ്ങളുണ്ട് എന്ന കണ്ടെത്തൽ അന്വേഷണ സംഘത്തിനില്ല. പിന്നെ എന്തിനു വേണ്ടി പൾസർ സുനി ഇത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് നിലവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയ ഉത്തരം ദിലീപിൻ്റെ പകയെന്നാണ്. പക്ഷേ ഇനി അത് പറയാനാകില്ല. ഇനി അത് വിചാരണ കോടതി ആ കണ്ടെത്തൽ
കാരണത്താൽ തള്ളിയിരിക്കുകയാണ്. ഇനി ഹൈക്കോടതിയിൽ അതെങ്ങനെ പ്രൂവ് ചെയ്യാനാകും? ഇപ്പോൾ ഈ വിചാരണ കോടതിയിൽ നൽകിയതിനപ്പുറത്തേക്ക് ആ പിഴവുകൾ പരിഹരിച്ച് എങ്ങനെയാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലേക്കൊക്കെ പോകുക എന്നുള്ളതാണ് ഈ കേസിലെ അടുത്ത ഘട്ടം. അതേറെ ശ്രദ്ധേയമായിരിക്കും. 12-ാം തീയതിയാണ് ഈ കേസിലെ ശിക്ഷാവാദം നടക്കുക. ഇപ്പോൾ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങളിലെല്ലാം വാദം നടക്കും. അതിൽ ചില കുറ്റങ്ങളൊക്കെ ചിലപ്പോൾ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എല്ലാ കുറ്റങ്ങളും നിലനിൽക്കും. അതിനുശേഷമായിരിക്കും അതിൻ്റെ വിധിപ്പകർപ്പ് പുറത്തു വരിക. ആ വിധിപ്പകർപ്പ് പഠിച്ച ശേഷമായിരിക്കും അപ്പീൽ അടക്കമുള്ള നടപടിയിലേക്ക് പ്രോസിക്യൂഷൻ പോകുക. എവിടെയാണ് പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പൊതുബോധത്തെ ഏറെ സ്വാധീനിക്കുന്ന കേസുകൾ വരുമ്പോൾ തെളിവുകളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ മനസ്സിലാക്കണം എന്ന് ചൂണ്ടിക്കാണിക്കുന്ന രണ്ടാമത്തെ കേസാണിത്. ആദ്യത്തേത് ഫ്രാങ്കോ മുളക്കലിന്റെ കേസാണ്. ഫ്രാങ്കോ മുളക്കലിനെ അക്യൂറ്റ് ചെയ്തത് നമുക്കറിയാം. സമാനമായ സാഹചര്യം ഇവിടെയുണ്ട്. അപ്പോൾ എത്രത്തോളം പ്രാധാന്യം തെളിവുകൾക്കുണ്ട് എന്ന പ്രോസിക്യൂഷൻ കുറച്ചുകൂടി ഫ്രാങ്കോ മുളക്കലിന്റെ കേസിലൊക്കെ അക്കമിട്ടാണ് പ്രോസിക്യൂഷന്റെ വീഴ്ചകൾ കോടതി വിശദീകരിച്ചത്. ഇവിടെ എന്താണ് പ്രോസിക്യൂഷന്റെ വീഴ്ച എന്ന കോടതിയുടെ വിധിപ്പകർപ്പ് പുറത്തു വന്ന ശേഷം മനസ്സിലാകും. അപ്പോഴും ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നത് എന്തായിരുന്നു പൾസർ സുനിയുടെ മോട്ടീവ്? ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലായത് ഈ ആക്രമിക്കപ്പെട്ട സ്ത്രീ തന്നെ ഈ കാറിൽ വെച്ച് നിങ്ങൾക്ക് പണമാണ് ആവശ്യമെങ്കിൽ ഞാൻ പണം നൽകാൻ തയ്യാറായെന്ന് പറഞ്ഞു. അപ്പോൾ സുനി നൽകിയൊരു മൊഴി, സുനി അവരോട് പറഞ്ഞതാണ് പണം ഞാൻ നേരത്തെ വാങ്ങിച്ചു പോയി എന്നാണ് സുനി നൽകിയ മൊഴി. അത്തരം തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഈ ഗൂഢാലോചനയോ ബാക്കി കാര്യങ്ങളോ തെളിയിക്കാൻ, ദിലീപിനെതിരെയുള്ള ബാക്കി കാര്യങ്ങളോ തെളിയിക്കാൻ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും കോടതിയിൽ ആയിട്ടില്ല. വലിയ തിരിച്ചടിയാണ്. ഇനി അടുത്ത ഈ പിഴവുകളൊക്കെ പരിഹരിച്ച് എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും, എങ്ങനെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായി നമ്മൾ നോക്കുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.